നമസ്കാരം. CJP സമരത്തിന് ഇപ്പോൾ പിന്തുണയുമായിട്ട് എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയ ഗായിക ശ്രീ ജ്യോത്സ്നയാണ്. ജ്യോത്സ്ന പറയുന്നത് താൻ രാജ്യവിരുദ്ധയല്ല, പ്രതിഷേധിക്കുന്ന കുട്ടികളും രാജ്യവിരുദ്ധരല്ല, മെച്ചപ്പെട്ട സംവിധാനത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത് ജനാധിപത്യപരമായ അവകാശമാണ്, സോനം വാങ്ചുക്കിനും പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ പിന്താങ്ങുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ജ്യോത്സ്ന വന്ന് സംസാരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാര്യം. കാരണം രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പിന്തുണയ്ക്കുവാനായിട്ട് പ്രമുഖർ വരണം, പ്രമുഖരും രംഗത്തെത്തണം, അവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. കുറച്ച് നാൾ മുന്നേ CAA സമരം നടത്തിയപ്പോൾ JNUവിൽ ദീപിക പദുക്കോണിനെ കൊണ്ടുവന്നിരുന്നു. ഈ ദീപിക പദുക്കോണിനെ അന്ന് കൊണ്ടുവന്നതിൽ ഏകദേശം 6 കോടി രൂപയോളം ചിലവാക്കി എന്നതാണ് ഇപ്പോൾ വിശ്വസനീയമായ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരം. അപ്പോൾ ഇത്തരം CJP സമരത്തിൽ നമ്മുടെ ജ്യോത്സ്നയ്ക്ക് ഇത്ര രൂപ കൊടുത്തു എന്നുള്ള ഒരു ആരോപണമൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമൊന്നും പറയുന്നതല്ല. പിന്നെ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയം തോന്നിയാൽ തെറ്റൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. കേരളത്തിൻ്റെ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെന്ന് പറഞ്ഞാൽ രാവിനെ പകലാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. അങ്ങനെ തയ്യാറെടുത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുന്ന നീക്കമായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നത്. LD ക്ലർക്ക് പരീക്ഷയടക്കം PSC നടത്തി എല്ലാ പരീക്ഷകളിലും വ്യാപകമായ തട്ടിപ്പ് എന്ന രീതിയിലാണ് വളരെ ശക്തമായി തെളിവോടുകൂടി പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയത്തിൻ്റെ ക്രൈറ്റീരിയ മാറ്റി. നേരത്തെ ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ 2 വർഷം പ്രവൃത്തി പരിചയമുള്ള ആൾക്കാർക്കാണ് ഈ തസ്തികകളിലേക്ക് പ്രവേശനം ലഭിക്കുക. ഇവർ വന്നതിന് ശേഷം, അതായത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ഇതിനെ പ്രവൃത്തി പരിചയത്തിനൊന്ന് മാറ്റി PRD പോലുള്ള സ്ഥാപനങ്ങളിൽ താത്കാലിക നിയമനം ലഭിക്കും, ഇവർക്ക് നൽകിയതിന് ശേഷം അതിനെ പ്രവൃത്തി പരിചയമായിട്ട് കണക്കാക്കി ഇത്തരം സ്ഥാപനങ്ങളിൽ അപ്പോയിൻ്റ് ചെയ്യും. ഇനി PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ, ഏറ്റവും ഉന്നതമായ പരീക്ഷ എന്ന് പറയുന്നത് KS ആണ്. KS പോലും ആൾക്കാരെ തിരികെ കയറ്റുകയാണ് ഉണ്ടായത്. CPMൻ്റെ പ്രമുഖ നേതാവായ ഷിജു ഖാൻ്റെ ഭാര്യയുടെ അപ്പോയിൻമെൻറ്റിലും വ്യാപകമായ സംശയങ്ങളാണ് ഉയരുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ വ്യാജമായി നടത്തുകയും പരീക്ഷയിൽ കൃത്രിമത്വം കാണിക്കുകയും കുത്തുകേസിലെ പ്രതികളെ കോപ്പി അടിച്ചുകൊണ്ട് 1ാം റാങ്കിലേക്ക് എത്തിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ നൽകുകയും അങ്ങനെ വ്യാപകമായിട്ട് തങ്ങൾക്ക് വേണ്ട തങ്ങളുടെ ഇഷ്ടക്കാരെ പല രീതിയിൽ തിരികെ കയറ്റി 10 വർഷം കേരളത്തിൽ നടന്നു. അതിൻ്റെ തെളിവുകൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. നമ്മുടെ ചേച്ചി ഇതൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു പ്രതീക്ഷയാണ് PSC എന്ന് പറയുന്നത്. ആ PSCയിലാണ്. ഈ KSൻ്റെ കാര്യത്തിലാണെങ്കിൽ 9 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ IAS കിട്ടും, കൺഫേർഡ് IAS. അത്തരം ഉന്നതമായ ഒരു പരീക്ഷകളിൽ പോലും ഇത്തരത്തിലുള്ള കൃത്രിമത്വങ്ങൾ കാണിക്കുന്നുണ്ട് എന്നതാണ്. ഇനി 2004 മുതൽ 2013-14 വരെയുള്ള കാലം, അതായത് UPA ഭരിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ചേച്ചി ജ്യോത്സ്ന അറിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. 2004 CBSEയുടെ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റ് 2006-2007 ഒരുപാട് വേരിയസ് സ്റ്റേറ്റ് PSC യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഇങ്ങനെ ചോദ്യപേപ്പർ ചോർന്നു. 2009 രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷാ പേപ്പർ ചോർന്നു. 2012 എയിംസിൻ്റെ ഇന്ന് PSC ഒരു പരീക്ഷ നടത്താനിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇന്ന് രാവിലെ ചോർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പരീക്ഷ ക്യാൻസൽ ചെയ്തു, പല വിദ്യാർത്ഥികളും തിരിച്ചുപോയി. ഈ രീതിയിൽ വ്യാപകമായി ചോർച്ച നമ്മുടെ ഈ കേരളത്തിനകത്ത് നടക്കുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങളിലും കൂടെ ഒന്ന് ഇടപെടണ്ടേ? ഇനി രാജ്യത്തിൻ്റെ കേസാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, 2004 മുതൽ 2014 വരെ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോരുകയുണ്ടായി. അപ്പം ഇത്തരം വിഷയങ്ങളിലും കൂടെ ഒന്ന് ഇടപെടണം കേട്ടോ. കാരണം രാജ്യത്തോടുള്ളൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു 2 സൈഡ് നോക്കി ബാലൻസ് ചെയ്ത് സംസാരിച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അവരവരുടേതായ രാഷ്ട്രീയം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന രാഷ്ട്രീയമാണ്, അതുകൊണ്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന തെറ്റുകളെ മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുള്ളൂ, അങ്ങനെ പറഞ്ഞു വേണമെങ്കിലും നടത്താൻ കേട്ടോ. നിഷ്പക്ഷതയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.